ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 545ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള അയർക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ഒരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ എല്ലാ വീഡിയോസും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്കും നമ്മളെ ബന്ധപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, അയർക്കുന്നം ടൗണിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ കാത്തലിക്സിൻ്റെ ചർച്ച്, ചങ്ങനാശ്ശേരി രൂപതയുടെ അണ്ടറിൽ വരുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. ഒരു പഴയ വീടും അതിനോട് ചേർന്നുള്ള കുറച്ച് പുരയിടവുമാണ് നമുക്ക്. കൂടാതെ ഒരു 40 സെൻറ്റ് നിലമായിട്ടും കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ടോട്ടൽ മൊത്തത്തിലൊരു 2 ഏക്കർ 45 സെൻറ്റ് സ്ഥലം വരും. അത് 50 സെൻറ്റായിട്ടും 85 സെൻറ്റായിട്ടും 1.5 ഏക്കറായിട്ടും തിരിച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് 50 സെൻറ്റും വീടുമായിട്ടും അങ്ങനെയും കൊടുക്കും. അല്ലാതെ 85 സെൻറ്റ് സ്ഥലമായിട്ടും അതും സെപ്പറേറ്റ് ആണ്. ഇതൊരു ഭാഗം ചെയ്തു പോയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കാലിറ്റി കാണുമ്പോൾ തന്നെ അറിയാം, ധാരാളം മരങ്ങളും അതുപോലെ തന്നെ മരങ്ങളും അത്യാവശ്യം നല്ല പഴയകാല വീടിൻ്റെ ചുറ്റും അറിയാമല്ലോ, ഇഷ്ടംപോലെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന കാലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പഴമയുടെ ആ പ്രൗഢിയിൽ തന്നെയാണ് ഇന്നും ആ ഏരിയ നിലനിൽക്കുന്നത്. 400 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. അയർക്കുന്നം കിടങ്ങൂർ മെയിൻ റോഡ് സൈഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലുള്ള ദൂരം. മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ പ്രോപ്പർട്ടി നല്ല കൃഷിഭൂമിയാണ്. കൂടാതെ ഫാം ഹൗസിനും മറ്റുമൊക്കെ വളരെ അനുയോജ്യമായ സ്ഥലം തന്നെയാണ്. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അയർക്കുന്നം ജംഗ്ഷനിലോട്ട് അല്ലെങ്കിൽ ടൗണിലോട്ടുള്ള ദൂരം. അയർക്കുന്നം ടൗൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ടൗണാണ് അയർക്കുന്നം ടൗണ്. ബാങ്കുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ എന്നിവ വേണ്ട ഒട്ടനവധി മെയിൻ കടകൾ, മെയിനായിട്ടുള്ള കടകളും തുണിക്കടകൾ എന്നിവ വേണ്ട ഒരു വീട്ടിലോട്ട് വേണ്ട ആവശ്യാനുസരണമുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ടൗണാണ് അയർക്കുന്നം ടൗണ്. 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലോട്ടുമുള്ള ദൂരം. കണ്ടല്ലോ, പ്രോപ്പർട്ടി കണ്ടല്ലോ, ധാരാളം മരങ്ങളൊക്കെ നിൽക്കുന്നതാണ്. എന്നാൽ ഈ ഒരു 1 ഏക്കറിനകത്തു നിന്ന് കുറച്ച് മരങ്ങളൊക്കെ ഓൾറെഡി സെയിലായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ ഇതിനകത്തു നിന്ന് സെയിലായി പോയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള പുരയിടത്തിലെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തു നിന്ന് പോകത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. നല്ലൊരു വാർക്ക വീടാണ്. ധാരാളം മുറ്റവും ആ മുറ്റത്തിന് നടുക്കായിട്ടൊരു ഞാവൽ മരവും ഒക്കെയുള്ള ഒരു വീടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. നല്ല ഇഷ്ടികയും മണലും ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ്. നമുക്ക് ഏറ്റുമാനൂർ ടൗണിലേക്ക് 8.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഏറ്റുമാനൂർ ടൗണും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. ഇതാ ഈ കാണുന്നതാണ് വഴി. എല്ലാ വാഹനങ്ങളും നമ്മുടെ പുരയിടത്തിൽ എത്തിച്ചേരും. നല്ല അതിരുകളെല്ലാം തിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്ന പുരയിടം തന്നെയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വിലയും വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ അയർക്കുന്ന ഏരിയയെപ്പറ്റി ഞാൻ ഒരുമാതിരി നിങ്ങളോട് പറഞ്ഞു. എല്ലാ വിവാഹക്കാരുടെ പള്ളികളും അമ്പലങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് അയർക്കുന്നം. ഞാൻ പറഞ്ഞത് എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്ന ഒരു ടൗണ് നമുക്ക് തൊട്ടടുത്തായിട്ടുമുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.